വെൽക്കം ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം. +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ചാപ്റ്റർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ 7.1 ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്, നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് കാണുക. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ അടുത്ത ടോപ്പിക്കാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ സ്റ്റേറ്റ്മെൻറ്റ്, ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, നെസ്റ്റഡ് ഓഫ് ലൂപ്സ് ആൻഡ് നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിലെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോഗ്രാമിലൊരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത്. ആ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ലൈൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അതിൻ്റെ ഒരു പർപ്പസ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. ആ ഒരു പ്രോപ്പർട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് C++ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് 1 മുതൽ 100 വരെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ 1 മുതൽ 100 വരെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സി ഔട്ടിൽ നമുക്ക് 1 മുതൽ 100 വരെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതായത് പ്രോഗ്രാം അത്രയും എന്ത് ചെയ്യും, ലെങ്തി ആയി പോകും. നമുക്ക് 1 മുതൽ 100 വരെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് 1 എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്നു, ആദ്യത്തെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ ആദ്യം കൊടുത്ത വാല്യൂവിൻ്റെ ഒപ്പം +1, അതാണ് അവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കിട്ടുന്നു. അപ്പോൾ അവിടെ എന്താണ്, ഒരു അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. +1 ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ 1 മുതൽ 100 വരെയാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ 100 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സെയിം പ്രോസസ്സ്, ആ ഒരു ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ 100 പ്രാവശ്യം അവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതൊരു ലൂപ്പായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂപ്പിൻ്റെ ആ ഒരു മാക്സിമം നമുക്ക് 100 വരെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചിട്ട് 100 വരെയാണെങ്കിൽ 100 വരെ ഈ പറയുന്ന പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ എന്താണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ C++ൽ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ട്സ് ആണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിനി പഠിക്കാനുള്ള ഒരു ടേമാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ആ ഒരു പേരിൽ തന്നെയുണ്ട്, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരിക, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, അതായത് ഇറ്റ്സ് കൺട്രോൾസ് ദ എക്സിക്യൂഷൻ ഓഫ് ലൂപ്പ്. അതായത് ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ കൺട്രോൾ, അതായത് ആ ലൂപ്പ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അത് നമുക്ക് എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്താണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം മെയിനായിട്ട് C++ൽ യൂസ് ചെയ്യുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഓക്കെ, അതിന് വൈൽ ലൂപ്പാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു ലൂപ്പ് എടുത്താലും ആ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ മെയിനായിട്ട് വരുന്ന 4 എലമെൻറ്റ്സ് ആണ് നമ്മൾ ചാപ്റ്റർ 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. 4 എലമെൻറ്റ്സ് ആണ് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി ഓഫ് ലൂപ്പ്. അപ്പോൾ ആദ്യം ഇനിഷ്യലൈസേഷൻ നോക്കാം. നമ്മൾ അവിടെ ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാണ്, കൺട്രോൾ വേരിയബിൾ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കൺട്രോൾ വേരിയബിൾ എന്താണ്, ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുക, ഒരു ലൂപ്പ് എത്ര പ്രാവശ്യം എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം എന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിളാണ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുക, അതാണ് ഒരു ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വാല്യൂ ആ ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നത് ലൂപ്പിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ വൈൽ ലൂപ്പാണെങ്കിൽ വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പാണെങ്കിൽ ഫോർ ലൂപ്പ്, ഈ ലൂപ്പിന് പുറത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കൺട്രോൾ വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷൻ നടക്കുന്നത്. ഈ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ തവണ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. വൺസ് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവിടെ ലൂപ്പ് ബിഗിൻ ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ താഴെ വരുന്നത് പിന്നെ എന്താണ്, ലൂപ്പാണ്. ലൂപ്പിലെ കണ്ടീഷൻ അനുസരിച്ച് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതാണ് പിന്നെ വരുന്ന കാര്യം. ടെസ്റ്റ് എക്സ്പ്രഷൻ, അതായത് നമ്മൾ ഈ ഒരു പറയുന്ന ബോഡി ഓഫ് ലൂപ്പിൽ, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആവാം അല്ലെങ്കിൽ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം.
അതെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഈ പറയുന്ന എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്, ലൂപ്പ് ബോഡി എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ആ പറയുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ള ഡിസിഷൻ അവിടെ എടുക്കുന്നത്. ഇനി അടുത്തത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ എന്താണ് ഇനീഷ്യലൈസേഷനിൽ നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ആ പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. സോ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, മോഡിഫൈ ചെയ്യുന്ന ഒരു പോർഷനാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ഐട്രേഷൻ കഴിയുമ്പോൾ, അതായത് നെക്സ്റ്റ് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇനി അടുത്തത് ബോഡി ഓഫ് ലൂപ്പ്. ഈ ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത് അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആവും, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആവാം. അതായത് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ആവാം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആവാം. അതായത് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട, റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബോഡി ഓഫ് ലൂപ്പ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബോഡി ഓഫ് ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ടേംസും ഒന്ന് ഓർത്തിരിക്കുക: ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം. ആദ്യത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എൻട്രി കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചാപ്റ്റർ 4 പഠിച്ചായിരുന്നു എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്താണെന്നും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്താണെന്നും. എൻട്രി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യുള്ളൂ. അതാണ് എൻട്രി അവിടെ കൺട്രോൾഡ് ആണ്. ഓക്കെ, അതായത് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എക്സ്പ്രഷൻ ട്രൂ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലും ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അതിൻ്റെ ഉള്ളിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ഒറ്റ സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യില്ല. അപ്പോൾ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഉദ്ദേശം എന്താണ്, ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി എവിടെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ആണ് ഈ കാണുന്നത്. ഈ സിൻടാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സിൻടാക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ വേരിയബിൾ, അതായത് ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു വേരിയബിൾ എന്താണ്, ഇനീഷ്യലൈസ് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ആ ഒരു ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഇത്രയും പോർഷനാണ് പിന്നെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് വൈൽ എന്ന് പറഞ്ഞിട്ട് WHILE, വൈൽ എന്നും പറഞ്ഞത് അതുപോലെ തന്നെ കൊടുക്കുന്നത് അതൊരു കീവേഡാണ്. ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണെന്ന് കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചു. എന്താണ് അത്, ട്രൂ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല, എക്സിറ്റ് ആയി പോകും. അപ്പോൾ അതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന പോർഷനാണ് ഇത്രയും പോർഷൻ. അതായത് ഈ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കേളി ബ്രേസസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദ ലൂപ്പ്, അത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആവാം. ഇനി ആ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിക്കുന്നത്, കൺട്രോൾ വേരിയബിൾ, നമ്മൾ നേരത്തെ ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത ഈ ഒരു കൺട്രോൾ വേരിയബിൾ ഇല്ലേ, ഈ ഒരു കൺട്രോൾ വേരിയബിൾ എന്ത് ചെയ്യുന്നു, അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ എക്സിക്യൂഷൻ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ നേരെ ഇങ്ങോട്ടാണ്, ഈ വൈൽ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലേക്ക് പിന്നെയും പോകും. കാരണം നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെയും ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യുന്നു, കൺട്രോൾ വേരിയബിൾ പിന്നെ അപ്ഡേറ്റ് ആവുന്നു, പിന്നെയും എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് മുകളിലേക്ക് പോകുന്നു. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെയും എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ എന്താണ് ഇവിടെ ഫസ്റ്റ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വൺസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് പ്രിൻ്റ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിനെ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻ്റെ മെയിൻ്റെ ഉള്ളിൽ ഇത്രയും പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ
വൈൽ ലൂപ്പ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ്. അപ്പോൾ ആ ഒരു പോർഷനിൽ ഫസ്റ്റ് നോക്കുക, ഇവിടെയാണ് ഇനീഷ്യലൈസേഷൻ നടക്കുന്നത്. ഇൻറ്റ് n = 1. ഇവിടെ നമ്മുടെ കൺട്രോൾ വേരിയബിൾ ഏതാണ്? n ആണ് നമ്മുടെ കൺട്രോൾ വേരിയബിൾ. കൺട്രോൾ വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ കൺട്രോൾ വേരിയബിളിന് ഏത് വാല്യൂ കൊടുത്തത്? 1 എന്നും പറഞ്ഞ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? വൈൽ ലൂപ്പാണ്. വൈൽ എന്നും പറഞ്ഞ് കൊടുക്കുന്നു, ലൂപ്പിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ n < 10 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. n എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ അവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? 1 < 10 ആണോ എന്ന് നോക്കും. അവിടെ എന്താണ്? എക്സ്പ്രഷൻ ട്രൂ ആണ് അല്ലേ? അപ്പോൾ എക്സ്പ്രഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പ്, അതായത് ഈ ഒരു ബോഡി പാർട്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യുന്നു. ബോഡി പാർട്ടിൽ ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ സി ഔട്ടും ++n ആണ് ബോഡി പാർട്ട് എന്ന് പറയുന്നത്. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് സി ഔട്ട് n ആണ്. ഇപ്പം അതായത് എന്നിലിരിക്കുന്ന വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്നിലിരിക്കുന്ന ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 1 എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അവിടെ പ്രിൻറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ++n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 1 ആണ്. ++n എന്ന് പറയുമ്പോൾ എന്താണ്? n എന്ന് പറയുന്ന വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യാണ്. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായി? ഇപ്പോൾ n = എന്താണ്? 2 ആണ്. ഓക്കെ, ഈ ബോഡി ഓഫ് ദി ലൂപ്പ് കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് കൺട്രോൾ എങ്ങോട്ടാണ് പോകുന്നത്? വൈൽ ലൂപ്പിലേക്ക്. ഈ വൈൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പിന്നെയും പോകുന്നത്. എന്നിട്ട് ഇവിടെ പിന്നെയും ചെക്ക് ചെയ്യും. വൈലിൻ്റെ ഉള്ളിൽ n < 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 2 ആണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. എന്നിൻ്റെ വാല്യൂ എന്ത് ചെയ്തു? അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? 2 < 10 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ ബോഡി ഓഫ് ലൂപ്പിലേക്ക് വരും. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സി ഔട്ട് എന്നിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? 2 ആണ്. അപ്പോൾ 2 എന്നും പറഞ്ഞ് പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞ് എന്നിൻ്റെ വാല്യൂ പിന്നെയും ഇൻക്രിമെൻറ്റ് ചെയ്യും. ++n എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ്. ++n എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താവും? 3 ആവും. പിന്നെയും വൈൽ ലൂപ്പിലേക്ക് പോകുന്നു. വൈൽ ലൂപ്പിലേക്ക് പോയിട്ട് എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 3 ആണ്. 3 < എന്ന് പറയുന്നത് 10 ആണോ എന്ന് നോക്കും. അപ്പോൾ എന്താ? കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ 3 പ്രിൻറ്റ് ചെയ്യും. എന്നിൻ്റെ വാല്യൂ 4 ആവും. അങ്ങനെ ലാസ്റ്റ് എന്നിൻ്റെ വാല്യൂ എന്താകും? 10 ആകും. ഓക്കെ, 10 ആകും. അപ്പോൾ ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. n = 10 ആണ്. അപ്പോൾ നമ്മൾ നേരെ ഇൻക്രിമെൻറ്റ് ചെയ്ത് 10 ആയി. അപ്പോൾ എന്നിട്ട് നമ്മൾ വൈൽ ലൂപ്പിൽ വന്ന് ചെക്ക് ചെയ്യും. 10 < 10 ആണോ എന്ന്. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും? വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോകും. സി ഔട്ട് n എന്ന് പറയുമ്പോൾ 10 അവിടെ എന്ത് ചെയ്യും? പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞ് 10ൻ്റെ വാല്യൂ പിന്നെയും ഇൻക്രിമെൻ്റ് ആവും. ഇപ്പോൾ 10ൻ്റെ വാല്യൂ എത്രയാണ്? 11 ആണ് കേട്ടോ. ഇപ്പോൾ 10ൻ്റെ വാല്യൂ ++n വരുമ്പോൾ 10ൻ്റെ വാല്യൂ 11 ആയി. അത് കഴിഞ്ഞ് പിന്നെയും എന്ത് ചെയ്യും? കൺട്രോൾ വൈൽ ലൂപ്പിലേക്ക് പോകും. എന്നിട്ട് അവിടെ പിന്നെയും പോയി ചെക്ക് ചെയ്യും. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 11 ആണ് കേട്ടോ. അപ്പോൾ 11 < 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. 11 < 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. അവിടെ എന്താണ്? കണ്ടീഷൻ ഫോൾസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ അവിടെ എന്താണ്? ഫോൾസ് ആവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യില്ല? ഈ ബോഡി ഓഫ് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുമോ? അവിടെ വെച്ച് തീർന്നു. 10 വരെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 11 ആണ്. ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്? അവിടെ വെച്ച് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റായി പോരുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അവിടെ ഔട്ട്പുട്ടിൽ എങ്ങനെയാണ്? 1 to 10 അവിടെ പ്രിൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ എന്നിൻ്റെ വാല്യൂ നമ്മൾ 1 എന്നും പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു. ആ എന്നിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് എത്രയായി? 10 കഴിഞ്ഞ് 11 വരെ എന്ത് ചെയ്തു? അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ അത്രയും പ്രാവശ്യം എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇനി നേരെ മറിച്ച് നമുക്ക് 100 വരെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം വ്യത്യാസം വരുത്തുക. വൈൽ n < 10ന് പകരം 100 കൊടുക്കുക. ഓക്കെ, അപ്പോൾ 100 വരെ എന്ത് ചെയ്യും? ഈ ലൂപ്പ് സെയിം ലൂപ്പ് തന്നെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് വരും. ഇനി വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ ഫസ്റ്റ് നമ്മൾ എന്താണ്? ഇനിഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അത് നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ n = 1 എന്നും പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തില്ലേ? അതാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് വരുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അത് നമ്മൾ വൈൽ എന്നും പറഞ്ഞ് വൈലിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തില്ലായിരുന്നോ? അതാണ് കണ്ടീഷൻ എന്ന് പറയണത്. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ താഴത്തേക്ക് വരുന്നു. താഴത്തേക്ക് വന്നിട്ട് ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്താണ്? അപ്ഡേഷൻ.
നമ്മൾ കൺട്രോൾ വേരിയബിളിൻ്റെ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നേരെ തിരിച്ച് കൺട്രോൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു, വൈൽ ലൂപ്പിലേക്ക്, ആ കണ്ടീഷനിലേക്ക് പിന്നെയും പോകുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എഗെയിൻ ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അപ്ഡേഷൻ വർക്ക് ചെയ്യുന്നു, തിരിച്ച് അങ്ങനെ എത്ര പ്രാവശ്യം കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ വർക്ക് ചെയ്യുന്നു. വൺസ് കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ എന്താണ്, നേരെ താഴത്തേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ദ ലൂപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതായത് കേളി ബ്രേസസ് വെച്ച് എൻഡ് ചെയ്തേക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് കാണിച്ചിരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.